സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ വിശദമായി. ഏതാനും കേസുകളിൽ പ്രതിയായ ബഷീറിനെ കാപ്പ നിയമപ്രകാരം പോലീസ് 3 മാസത്തേക്ക് കാസർഗോഡ് ജില്ലയിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞായിരുന്നു നാട് കടത്തിയത്. എന്നാൽ ഇത് ലംഘിച്ച് ബഷീർ നാട്ടിലേക്ക് തിരിച്ചെത്തുകയും പോലീസ് ഇയാളെ പിടികൂടുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരം പോലീസ് രാത്രികാല പരിശോധന നടത്തുന്നതിനിടെ പാവൂരിൽ വെച്ചാണ് ബഷീറിനെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി ജയിലിലടയ്ക്കുകയായിരുന്നു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. നാഷണൽ ഹൈവേ അതോറിറ്റി മാവുങ്കാലിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ജില്ലാ സെക്രട്ടറി ഗുരുദത്ത് റാവു ധർണ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഹൈവേ അതോറിറ്റി മാവുങ്കാലിനോട് അവഗണന കാണിക്കുന്നുവെന്നാരോപിച്ച് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ജില്ലാ സെക്രട്ടറി ഗുരുദത്ത് റാവു ധർണ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സംഘടന ഏറ്റവും ശക്തമായിരിക്കുന്ന ഈ മാവുങ്കാലിൽ ഇത്ര വലിയ പ്രശ്നങ്ങൾ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഇടപെടാൻ നമുക്ക് സാധിച്ചില്ല. തീർച്ചയായിട്ടും നമ്മളതിൽ ഇടപെട്ടിട്ടില്ല എന്നല്ല. കഴിഞ്ഞ 6 മാസത്തിലധികം 1 വർഷത്തിലധികമായി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും മേഘാ കൺസ്ട്രക്ഷൻസ് കമ്പനിയുമായിട്ടും നമ്മൾ നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സമാധാനത്തോടെയുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ഇന്നും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. മേഘാ കൺസ്ട്രക്ഷൻസിൻ്റെ പുണിയയിലുള്ള ഓഫീസിലും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കുശവെന്നുള്ള ഓഫീസിലും അവരുടെ കണ്ണൂരുള്ള ഓഫീസിലും പല തവണ നമ്മൾ ബന്ധപ്പെടുകയും അവർക്ക് ഇമെയിൽ അയക്കുകയും നമ്മുടെ ഡീറ്റെയിൽസ് അവരെ കാണിക്കുകയും ഫോട്ടോസ് കാണിക്കുകയും പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തിട്ടും ഈ ജൂൺ ജനുവരി 2-ാം തീയതി പോലും നമ്മൾ നേരിട്ട് മെയിലിലൂടെയും അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായി. ഈ ഒരു ധർണയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ അവതരിപ്പിച്ച് ഇതൊരു തുടക്കമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു മാർഗങ്ങളില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചുമരിലിങ്ങനെ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം അമർത്തി നിൽക്കാൻ നമുക്ക് സാധിക്കില്ല, നമുക്ക് തിരിച്ചടിക്കേണ്ടി വരും. മേഘ കൺസ്ട്രക്ഷൻ മാവുങ്കാലിൽ നടത്തുന്ന നിർമ്മാണം ത്വരിതഗതിയിൽ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ മാവുങ്കാലിലെ വ്യാപാരി സമൂഹം കടയടച്ച് വീട്ടിലിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. BVVS മാവുങ്കാൽ യൂണിറ്റ് പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. BJP കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് M. പ്രശാന്ത്, രാഷ്ട്രീയ സ്വയംസേവക സംഘം ജില്ലാ സമ്പർക്ക പ്രമുഖ് ബാബു പുല്ലൂർ, BMS ജില്ലാ സെക്രട്ടറി KV ബാബു, ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ സെക്രട്ടറി T. രമേശൻ, അജാനൂർ പഞ്ചായത്ത് അംഗങ്ങളായ അർജുൻ യോഗി, സജി രാംനഗർ, ഗീത ബാബുരാജ്, BJP മണ്ഡലം ജനറൽ സെക്രട്ടറി P. പത്മനാഭൻ, സെക്രട്ടറിമാരായ M. പ്രദീപൻ, വൈശാഖ് മാവുങ്കാൽ, BJP അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദ് മിഥില, BVVS നീലേശ്വരം യൂണിറ്റ് ട്രഷറർ വിനയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഹോസ്ദുർഗ താലൂക്ക് പ്രസിഡന്റ് P. അനന്തൻ സ്വാഗതവും മാവുങ്കാൽ യൂണിറ്റ് പ്രസിഡന്റ് പ്രകാശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തയ്യൽ തൊഴിലാളികളെ ESI പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം. ഓൾ കേരള ട്രെയിലേഴ്സ് അസോസിയേഷൻ കോട്ടച്ചേരി യൂണിറ്റ് കൺവെൻഷൻ നടന്നു. തയ്യൽ തൊഴിലാളികളെ ESI പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും റിട്ടയർമെന്റ് ആനുകൂല്യം ഭേദഗതി ചെയ്ത് വിതരണം ചെയ്യണമെന്നും പ്രസവാനുകൂല്യം കുടിശ്ശിക 13,000 ഉടൻ അനുവദിക്കണമെന്നും കാഞ്ഞങ്ങാട്ടെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിനായി നഗരസഭാ മധ്യത്തിൽ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും ആലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കോട്ടച്ചേരി യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കുന്നുമ്മൽ NSS ഹാളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് K. കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് V. മോഹനൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി BT ഉഷ റിപ്പോർട്ടും ട്രഷറർ P. ശ്രീജ വരവ് ചെലവ് കണക്കും, ഏരിയ സെക്രട്ടറി K. ലത സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് P. ശശിധരൻ, ട്രഷറർ BM ബാലകൃഷ്ണൻ, M. പുഷ്പലത എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി BT ഉഷ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മലയാള ഭാഷാ ബില്ലിനെതിരെ BJP രംഗത്ത്. കാസർകോട്ടെ ഭാഷാ ന്യൂനപക്ഷങ്ങളോടുള്ള വെല്ലുവിളിയാണ് സംസ്ഥാന സർക്കാരിന്റെയെന്നും ഭാഷാ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെ മാനിക്കണമെന്നും BJP ജില്ലാ പ്രസിഡന്റ് MLA അശ്വനിയും BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്തും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.
സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ 10ാം ക്ലാസ് വരെ മലയാളം നിർബന്ധിത ഒന്നാം ഭാഷയാക്കുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ മലയാളം ഭാഷാ ബില്ല് നിയമസഭയിൽ വലിയ ചർച്ചയില്ലാതെയാണ് പാസാക്കിയതെന്നും ഈ ബില്ലിനെതിരെ വിയോജിപ്പ് അറിയിക്കുന്നതിലും ജില്ലയിലെ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശം ഉയർത്തിപ്പിടിക്കുന്നതിലും ജില്ലയിലെ MLAമാർ പരാജയപ്പെട്ടുവെന്നും BJP നേതാക്കൾ പറഞ്ഞു. ജില്ലയിൽ ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുമ്പോഴേക്കും സ്ഥലനാമങ്ങളും ദിശാസൂചികകളും കന്നഡ ഭാഷയിലും പ്രദർശിപ്പിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ദേശീയപാത അതോറിറ്റിയിലെ ചില ഉദ്യോഗസ്ഥരുടെ പിടിവാശി കാരണമാണ് ഇത് നടപ്പാകാതെ പോയത്. ഇത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുവാൻ ദേശീയപാത അതോറിറ്റി തയ്യാറാകണം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച AST ലിസ്റ്റ് മലയാളത്തിൽ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. കന്നഡ മാത്രം വശമുള്ള ആയിരക്കണക്കിന് വോട്ടർമാരാണ് യഥാസമയം എന്യൂമറേഷൻ ഫോം നൽകുവാനാകാതെ AST ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പല BLOമാരും അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വോട്ടർമാരെ ഒഴിവാക്കിയിട്ടുണ്ട്. മലയാളത്തിലുള്ള AST ലിസ്റ്റിൽ തങ്ങളുടെ പേര് പരിശോധിക്കുവാനാകാതെ പലരുടെയും വോട്ട് എക്കാലത്തേക്കും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ AST ലിസ്റ്റ് പുതിയ വോട്ടർമാർക്കുള്ള ഫോം 6 മുഴുവൻ നോട്ടിഫിക്കേഷനുകളും കന്നഡയിലും പ്രസിദ്ധീകരിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ഇക്കാര്യം ആവശ്യപ്പെട്ട് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിട്ടുണ്ടെന്നും നേതാക്കൾ അറിയിച്ചു. കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗങ്ങളിൽ കന്നഡ ഭാഷാ ന്യൂനപക്ഷമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പ്രദേശമാണ്. അതുകൊണ്ട് ഭരണഘടനാപരമായിട്ടുള്ള കുറേ അവകാശങ്ങൾ ഭാഷാ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള കന്നഡ വിഭാഗത്തിനുണ്ട്. അത് നിഷേധിക്കരുത് എന്നാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ നിയമത്തിൽ ആവശ്യമായിട്ടുള്ള ഭേദഗതി വരുത്തണം. കന്നഡ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക അകറ്റാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ഇവിടുത്തെ ഇപ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ കാസർഗോഡിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ അറിയുന്നുണ്ടാകില്ല സർക്കാരിന്. പക്ഷേ ഈ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ കൂടി പ്രദേശമായിട്ടുള്ള കാസർഗോഡ്, മഞ്ചേശ്വരം, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലെ ജനപ്രതിനിധികൾ ഇതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച വരുത്തി ഇതിൽ ആവശ്യമായിട്ടുള്ള ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ നിയമസഭയിൽ ഈ നിയമം ചർച്ചയ്ക്ക് വരുമ്പോൾ അതിൽ ചർച്ച നടത്തി ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ മഞ്ചേശ്വരവും കാസർഗോഡും ഉള്ള മുസ്ലിം ലീഗിൻ്റെ MLAമാർ, പ്രതിപക്ഷ MLAമാർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭരണകക്ഷി MLA ആയിട്ടുള്ള ഉദുമ MLA നേരത്തെ മഞ്ചേശ്വരം MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അപ്പോൾ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹം അറിയണമായിരുന്നു. അദ്ദേഹവും ഇടപെട്ടില്ല. അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് MLA CPIയുടെ MLAയും മുൻ MLAയും കൂടി മുൻ മന്ത്രിയും കൂടി ആയിട്ടുള്ള ശ്രീ E ചന്ദ്രശേഖരനും ഇക്കാര്യത്തിൽ കുറ്റകരമായിട്ടുള്ള മൗനം ആവർത്തിച്ചു. CPI നേരത്തെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് പക്ഷേ അതിലിടപെടാൻ അദ്ദേഹവും തയ്യാറായിട്ടില്ല. തൃക്കരിപ്പൂർ MLA ആണെങ്കിൽ കാസർഗോഡ് ജില്ലയുടെ CPMൻ്റെ ഭരണകക്ഷിയായിട്ടുള്ള CPMൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹവും സ്വാഭാവികമായിട്ടും ഈ പ്രശ്നം അറിയണമായിരുന്നു. പക്ഷേ ഈ ഭരണ പ്രതിപക്ഷ MLAമാർ കാസർഗോഡ് ജില്ലയുടെ 5 MLAമാരും മൗനത്തിലായിരുന്നു. അവർ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇടപെട്ടില്ല. അതുകൊണ്ടാണ് ഒരു ചർച്ചയും നടത്താതെ ഈ നിയമം പാസ്സാക്കിയത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ബില്ല് നിയമസഭയിൽ വരുന്ന സമയത്ത് മഞ്ചേശ്വരം MLA നിയമസഭയിൽ തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശം ഹനിക്കപ്പെടട്ടെ എന്നുള്ള ഒരു നിലപാടാണ് കാസർഗോഡ് ജില്ലയുടെ 5 MLAമാരും സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ MLAമാരുടെ കർത്തവ്യമായിരുന്നു സർക്കാരിനെ തിരുത്തേണ്ടത്. അത് ചെയ്തിട്ടില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യനിർവഹണത്തിലുള്ള ഒരു വീഴ്ച ഈ MLAമാരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു വിഷയം, നമ്മുടെ ദേശീയ പാതയിലെ അരികിൽ സൈൻ ബോർഡ്, സ്ഥലത്തിൻ്റെ നാമമായി ബന്ധപ്പെട്ടുള്ള സൈൻ ബോർഡ്, ആ സൈൻ ബോർഡിൽ കന്നഡ ഭാഷയിൽ വന്നിട്ടില്ല. ഞങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ അതിന് ഉറപ്പ് കിട്ടിയിട്ടും അത് പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ചില ഉദ്യോഗസ്ഥ ലോബികളാണ്. ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാരാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഞങ്ങൾ ദേശീയപാത അതോറിറ്റിയോട്
ഒന്നുകൂടി ആവശ്യപ്പെടുകയാണ്. ഭാഷാന്യൂനപക്ഷ പ്രദേശമായിട്ടുള്ള കാസർഗോഡ്, മഞ്ചേശ്വരം ഭാഗങ്ങളിൽ കന്നഡയിലും കൂടി ഈ സൈൻ ബോർഡിൽ സ്ഥലത്തിൻ്റെ പേരുകൾ വയ്ക്കാൻ തയ്യാറാകണം. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ അടിയന്തരമായിട്ട് സ്വീകരിക്കണം എന്നാണ്. BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PR സുനിൽ, N ബാബുരാജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇതുവരെ പിടിച്ച് കാട്ടിൽ വിട്ടത് 3500-ലധികം പാമ്പുകളെ. സ്നേക്ക് സുരേഷിന്റെ ജീവിതം സാഹസിക നിറഞ്ഞതും ഒപ്പം പ്രചോദിപ്പിക്കുന്നതുമാണ്. ഏറ്റവും റിസ്ക് ഉള്ളതാണ് സ്നേക്ക് റെസ്ക്യൂവറിൻ്റെ ജോലി. എന്നാൽ സുരേഷിന് ഈ റിസ്ക് ഇന്ന് ജീവിതത്തിൻ്റെ ഒരു ശീലമാണ്. കാസർഗോഡ് കുമ്പള കഞ്ചിക്കട്ടെ സ്വദേശിയായ സുരേഷ് 4 പതിറ്റാണ്ട് കാലമായി പാമ്പുകളെ പിടികൂടി സുരക്ഷിതമായി കാട്ടിലേക്ക് തുറന്നുവിട്ട് അപൂർവ സേവനം അനുഷ്ഠിച്ചു വരുന്നു. സ്നേക്ക് സുരേഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം ഇതുവരെയായി 3500-ലധികം പാമ്പുകളെ പിടികൂടി റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. പിടികൂടിയ പാമ്പുകളിൽ ഭൂരിഭാഗവും മൂർഖന്മാരാണെന്ന് സുരേഷ് പറയുന്നു. ചെറുപ്പം മുതൽ തടാകങ്ങളിലും കായലുകളിലും തവളകളോടും മറ്റ് ജലജീവികളോടും കളിച്ചു വളർന്ന സുരേഷ് 15-ാം വയസ്സിലാണ് ആദ്യമായി പാമ്പിനെ പിടികൂടുവാൻ ധൈര്യപ്പെട്ടത്. തുടർന്ന് അത് ആയിരക്കണക്കിന് പാമ്പുകളെ പിടികൂടി കാട്ടിലേക്ക് തുറന്നുവിടുന്ന സേവനമായി വളർന്നു. നിലവിൽ കേരള വനം വകുപ്പിന്റെ ഔദ്യോഗിക ലൈസൻസ് ഉള്ള പാമ്പ് പിടുത്തക്കാരനാണ് സുരേഷ്. ഈ മേഖലയിൽ വീടുകളിലും പരിസരങ്ങളിലും പാമ്പുകളെ കണ്ടാൽ ആദ്യം വിളിക്കുന്നത് സുരേഷിനെയാണ്. ഉടൻ സ്ഥലത്തെത്തുന്ന ഇദ്ദേഹം പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി കാസർഗോഡ് വനം വകുപ്പിന് കൈമാറുന്നു. പിന്നീട് വനം വകുപ്പ് അതിനെ കാട്ടിലേക്ക് തുറന്നുവിടുന്നു. ഈ സേവനത്തിന് സുരേഷിന് വനം വകുപ്പിൽ നിന്നും പ്രതിഫലം ലഭിക്കുന്നില്ല. ജനങ്ങൾ നൽകുന്ന സംഭാവനകളാണ് അദ്ദേഹത്തിന്റെ ആശ്രയം. സുരേഷിന്റെ സേവനം പകരം വയ്ക്കാനില്ലാത്തതും മനുഷ്യത്വപരവുമാണെന്ന് നാട്ടുകാർ പറയുന്നു. പരിക്കേറ്റ പാമ്പുകളെ ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നതും സുരേഷിന്റെ പ്രത്യേകതയാണ്. ഒരിക്കൽ പരിക്കേറ്റ ഒരു മൂർഖനെ വീട്ടിലെത്തിച്ച് ആഴ്ചകളോളം പരിചരിച്ച് പൂർണ്ണമായി സുഖം പ്രാപിച്ചതിനു ശേഷം കാട്ടിലേക്ക് തുറന്നുവിട്ട സംഭവവും ശ്രദ്ധേയമാണ്. വന്യജീവികളോടുള്ള കരുണ സുരേഷിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. കാലൊടിഞ്ഞ ഒരു മയിലിനെ മൃഗാശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. പിന്നീട് വീട്ടിൽ പരിചരിച്ച് സുഖം പ്രാപിച്ച ശേഷം കാട്ടിലേക്ക് വിട്ടതും ഇദ്ദേഹത്തിൻ്റെ സേവന മനോഭാവത്തിൻ്റെ ഉദാഹരണമാണ്. നിരവധി പക്ഷിക്കുഞ്ഞുങ്ങൾക്കും ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലം പുതുജീവൻ ലഭിച്ചിട്ടുണ്ട്. പാമ്പ് പിടുത്തത്തിനിടയിലുണ്ടായ പേടിപ്പെടുത്തുന്ന അനുഭവവും സുരേഷ് ഓർക്കുന്നു. ഒരു വീട്ടിൽ കയറിയ മൂർഖനെ പിടികൂടുന്നതിനിടെ അത് കൈമുട്ടിൽ കടിച്ചു. ഗുരുതരാവസ്ഥയിൽ മംഗളൂരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ജീവൻ രക്ഷപ്പെടുവാനുള്ള സാധ്യത കുറവാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. എന്നാൽ വ്യവസായിയായ നാരായൺ പ്രഭു എന്നയാൾ ഏകദേശം 3 ലക്ഷം രൂപ ചിലവഴിച്ച് ചികിത്സ നൽകിയതോടെ സുരേഷ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പാമ്പുകളെ പിടികൂടുന്നതിൽ ജാഗ്രതയും ഏകാഗ്രതയും അത്യന്തം ക്ഷമയും വേണമെന്ന് സുരേഷ് പറയുന്നു. വനം വകുപ്പിന്റെ പരിശീലനവും മാർഗനിർദ്ദേശങ്ങളെല്ലാം ലഭിച്ചിട്ടും ഇതുവരെ 3-4 തവണ പാമ്പ് കടിയേറ്റിട്ടുണ്ടെന്ന് ഇദ്ദേഹം തുറന്നു പറയുന്നു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഉടൻ ചികിത്സ ലഭിക്കുമെന്നാണ് സുരേഷിന്റെ ആത്മവിശ്വാസം. ഞാനൊരു 15 വയസ്സിലെൻ്റെ ഒരു പാമ്പ് പിടിച്ചത് നമ്മുടെ നാട്ടിൽ കുമ്പള പറയുന്ന സ്ഥലത്ത് ഭയങ്കരപ്പെട്ട മൂർഖനെല്ലുണ്ടായിരുന്നു. ആ മൂർഖനെല്ലാം പിടിച്ചിട്ട് കാട്ടിൽ വിട്ടുകൊണ്ടാണ്. അങ്ങനെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അത് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് പ്രകാരം ഞാനിപ്പോൾ റെസ്ക്യൂ ചെയ്ത് ഫോറസ്റ്റിലേക്ക് ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ ഇതുവരെയ്ക്ക് എൻ്റെ ഇതൊന്നും തെറ്റായിട്ടില്ല. പാമ്പ് എന്ന് പറയുന്നത് സാധനമാണ്. ഇന്നലെ അവർ ഈ മൊഗ്രാലിൽ ഒരു പാമ്പുണ്ടായിരുന്നു. ആ പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് ഒരു മാളത്തിലുണ്ടായിരുന്നു. രാത്രി പോയിട്ട് അതിനെ റെസ്ക്യൂ ചെയ്ത് റിലീസും ചെയ്തു കാട്ടിലേക്ക്. അത് ഇങ്ങനെ ആയിക്കൊള്ളു. ഒരു 3000-ൻ്റെ മുകളിലായി, 3500-ഓളമായി ആ പാമ്പ് പിടിക്കുന്നത്. ഇന്നും എല്ലാവരും 5 പ്രാവശ്യം പാമ്പ് കടി കിട്ടി. ഗവൺമെൻറ് ഇവിടെ മംഗലാപുരം ഫാദർ മൂലയിൽ ഒരു 1.5 ലക്ഷം റുപ്യ അവിടെ ചിലവായി. അങ്ങനെ ഒരു എന്തെല്ലാം ആയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഞാൻ പാമ്പ് പിടുത്തം തുടർന്നുകൊണ്ടേ ഉണ്ട്. ഒന്നും പ്രശ്നമൊന്നുമില്ല. ഇന്നും അങ്ങനെ തുടരുമെന്ന് പറഞ്ഞാൽ എനിക്കൊരു വിശ്വാസം. എല്ലാ ദൈവത്തിൻ്റെ കൈവില്ലില്ല. ഗോപാലകൃഷ്ണ മോഹിനി ദമ്പതികളുടെ 5 മക്കളിൽ മൂത്തവനായ സുരേഷ് മുൻപ് മരപ്പണിക്കാരനായിരുന്നു. ഇപ്പോൾ പാമ്പ് പിടുത്തം തന്നെയാണ് മുഴുവൻ സമയ ഉപജീവന മാർഗം.
പ്രതിഫലമില്ലാതെ ജീവൻ പോലും പണയപ്പെടുത്തി സുരേഷ് നടത്തുന്ന ഈ സേവനം സമൂഹത്തിന് മാതൃകയായി മാറുകയാണ്. അബ്ദുൽഹിമാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ചരിത്രപ്രസിദ്ധമായ കാഞ്ഞങ്ങാട് പടിഞ്ഞാറ് മെഗാ ഉറൂസിന് തുടക്കമായി. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ TK അബൂബക്കർ പതാക ഉയർത്തി. ചരിത്രപ്രസിദ്ധമായ കാഞ്ഞങ്ങാട് പടിഞ്ഞാറ് മഖാം ഉറൂസിന് തുടക്കമായി. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ TK അബൂബക്കർ പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത്. ഖത്തീബ് മുഹമ്മദ് അൽ അസ്ഹരി ഉറൂസ് ഉദ്ഘാടനം ചെയ്തു. പശുവിനെ വിട്ടിട്ട് ധനികനായ ഒരു കുട്ടി, ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയ സൂറത്ത് അവതരിപ്പിക്കപ്പെടുന്നു. ഖുർആനിലെ രണ്ടാമത്തെ സൂറത്ത് അറിയാലോ, ഏതത്? ഖുർആനിലെ രണ്ടാമത്തെ സൂറത്ത് നമ്മൾ പഠിച്ചിരുന്നു, പുസ്തകത്തെ മാത്രം പറയാം. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് രണ്ടാമത്തെ സൂറത്ത്, ഖുർആനിലെ രണ്ടാമത്തെ സൂറത്ത്, സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറ, പശുവധ്യായം എൻ്റെ പേരങ്ങത്തെ. അതില് അല്ലാഹു എടുത്തു പറഞ്ഞ ഈ ബഖറ അതുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട്. ഉറൂസ് കമ്മിറ്റി ട്രഷറർ TK ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. T അന്തുമാൻ, TK സമീർ, അബ്ദുൾ റസാഖ് മൗലവി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നാളെയുടെ മക്കൾ നന്മയുടെ പൂക്കൾ എന്ന വിഷയത്തിൽ അലി അക്ബർ ബാഗവി തനിയാമ്പുറം മതപ്രഭാഷണം നടത്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇസ്ലാമിക കഥാപ്രസംഗം, മെഗാദഫ് പ്രദർശനം, സയ്യിദ് ഇല്യാസ് ഹൈദ്രൂസി തങ്ങൾ എരുമാട് എന്നിവരുടെ മതപ്രഭാഷണവും കൂട്ടുപ്രാർത്ഥനയും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൂച്ചക്കാട് ശ്രീ മാക്കംവീട് മുളവന്നൂർ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. മുളവന്നൂർ ഭഗവതി ദൈവം അരങ്ങിലെത്തി. പൂച്ചക്കാട് ശ്രീ മാക്കംവീട് മുളവന്നൂർ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. മുളവന്നൂർ ഭഗവതി ദൈവം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. വിഷ്ണുമൂർത്തിയും പടിഞ്ഞാറ് ചാമുണ്ടിയും മുഖാമുഖം കാണൽ ചടങ്ങും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് പൂച്ചക്കാട് ശ്രീ മാക്കംവീട് മുളവന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ പരിസ്ഥിതി സമിതി ഡോക്ടർ മാധവ് ഗാഡിൽ അനുസ്മരണം നടത്തി. പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ നടന്ന അനുശോചന യോഗം പ്രൊഫസർ E കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളം നിലനിൽക്കണമെങ്കിൽ പശ്ചിമഘട്ടം സംരക്ഷിച്ചേ തീരൂ എന്ന് ഉറച്ച സ്വരത്തിൽ പറഞ്ഞ ലോകോത്തര പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ കഴിഞ്ഞ ദിവസം അന്തരിച്ച ജനസംഖ്യാശാസ്ത്രം, പരിസ്ഥിതി സംരക്ഷണ ശാസ്ത്രം, മനുഷ്യ പരിസ്ഥിതി ശാസ്ത്രം തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിലിന്റെ നിര്യാണത്തിൽ ജില്ലാ പരിസ്ഥിതി സമിതി അനുശോചന യോഗം നടത്തി. പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ നടന്ന അനുശോചന യോഗം പ്രൊഫസർ E കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം സമ്മതിക്കില്ല. പക്ഷേ നമ്മൾ പറഞ്ഞ് തെളിയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. പറ്റാണ് അത് പല ശാസ്ത്രജ്ഞന്മാർക്കും ഇല്ലാത്ത ഒരു ക്വാളിറ്റി ആണ്. അപ്പോൾ ഒന്ന് നമുക്കറിയാം, സൈലന്റ് വാലി എങ്ങനെയാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടതെന്ന് ഇന്ദിരാഗാന്ധി ഒരു കമ്മിറ്റി, കമ്മിറ്റി എന്നാണ് പറയാം. ആ സമയത്തൊക്കെ ഗാഡ്ഗിൻ്റെ ഒരു ജസ്റ്റ് അമേരിക്കയിൽ നിന്ന് വന്ന് IIC-യിലൊക്കെ ജോയിൻ ചെയ്തിട്ട് ഇന്ത്യൻ സയൻസിലെ പ്രൊഫസറായിരുന്നു. അന്ന് കമ്മിറ്റി മെമ്പർമാരിൽ ഒരാൾ കാര്യമായിട്ട് തീരുമാനം എടുക്കാൻ വേണ്ടി NGK എന്നെ സഹായിച്ചത് മാധവ് ഗാഡ്ഗില്ല. പക്ഷേ അതിൻ്റെ വാലിയുടെ സംരക്ഷണത്തിൽ അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട്. അത് കഴിഞ്ഞ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്, മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് എന്നുള്ള ഒരു കൺസെപ്റ്റ് സർക്കാർ കൊണ്ടുവന്നപ്പോൾ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രേമചന്ദ്രൻ ചോമ്പാല, PV ജയരാജൻ, പ്രവീൺ കുമാർ നെയ്തൽ, സുകുമാരൻ തൃക്കരിപ്പൂർ, ശോഭന നീലേശ്വരം, രാമകൃഷ്ണൻ കൂട്ടക്കനി, കൃഷ്ണൻ പുല്ലൂർ, P ഭരതൻ, പവിത്രൻ തോയമ്മൽ, PV സുധീർ കുമാർ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് TV രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ ശ്രീ
മക്കാക്കോട്ട് തറവാട് നവീകരണ പുനഃപ്രതിഷ്ഠ കലശ മഹോത്സവം മാർച്ച് 21 മുതൽ 25 വരെ തീയതികളിലായി നടക്കും. നോട്ടീസ് പ്രകാശനവും മാതൃസംഗമവും നടന്നു. പെരിയാശ്രീ മക്കാക്കോട്ട് തറവാട് നവീകരണ പുനഃപ്രതിഷ്ഠ കലശ മഹോത്സവം മാർച്ച് 21 മുതൽ 25 വരെ തീയതികളിലായി നടക്കും. നോട്ടീസ് പ്രകാശനവും മാതൃസംഗമവും വിവിധ പരിപാടികളോടെ നടന്നു. തറവാട്ട് കാരണവർ നാരായണൻ കാമലം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ 3 സ്ഥലത്ത് എന്ത് പ്രോഗ്രാമിന് എന്ത് വിളിച്ചാലും അറിഞ്ഞാൽ പോലും നീ പോകണം. പണ്ടോ ഞാൻ മണി വിളിക്കുന്നതിന് മുമ്പേ തീരുമാനിച്ചായിരുന്നു. തറവാട്ടിൽ കത്ത് തന്നപ്പോഴേ തീരുമാനിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പോകാം, എനിക്ക് പോകണം, മക്കാക്കോട്ട് തുടങ്ങണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് ഞാൻ വന്നത്. ഇന്ന് ഈ സംഭവം നടക്കുമ്പോൾ ഇത് പ്രധാനമായിട്ടും നടക്കുന്നത് കുടുംബസംഗമമാണ്. ഇതിനോട് ഒന്നിച്ച് തന്നെ കുടുംബസംഗമമാണ്. ഒരു തറവാടിൻ്റെ ഐശ്വര്യം ഞാൻ ഇതായിട്ട് പറയല്ല, ആരെയും ചെറുതാക്കി കാണുകയല്ല. ഒരു തറവാടിൻ്റെ ഐശ്വര്യം ആ തറവാടിൻ്റെ വനിതകളിലാണ് കുടികൊള്ളുന്നത്, അല്ലാണ്ട് ആണുങ്ങളിലല്ല. കാരണം ആ തറവാട് വളരുകയും വികസിക്കുകയൊക്കെ ചെയ്യുന്നത് പെണ്ണുങ്ങൾ പോലാണ്. പ്രസിഡന്റ് മണികണ്ഠൻ എം അധ്യക്ഷത വഹിച്ചു. പെരിയ തറവാട് കാരണവർ പ്രതിനിധിക്ക് കൈമാറി നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു. പി വി രവീന്ദ്രൻ നായർ, സി കമലാക്ഷൻ, സുരേഷ് ബാബു, ഗോപാലൻ, നാരായണൻ, അഡ്വക്കേറ്റ് എം കെ ബാബുരാജ്, ലീലാചന്ദ്രൻ, സിന്ധു പത്മനാഭൻ, രേഖ, ശ്രീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി എം രവി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അൻസാർ പ്രീമിയം കാർ ആക്സസറീസിന്റെ 4ാമത്തെ സ്ഥാപനം കാഞ്ഞങ്ങാട് പ്രവർത്തനം ആരംഭിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തൊപ്പി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അംസാർ പ്രീമിയം കാർ ആക്സസറീസിന്റെ 4ാമത് സ്ഥാപനം കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് ഇക്ബാൽ ജംഗ്ഷനിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തൊപ്പി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ, 16ാം വാർഡ് മെമ്പർ എം വി രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സബീഷ്, നഗരസഭാ ചെയർമാൻ വി വി രമേശൻ, വ്യാപാര വ്യവസായ ഏകോപന സമിതി സെക്രട്ടറി ഐശ്വര്യകുമാരൻ, ഹമീദ് ഹാജി എന്നിവർ പങ്കെടുത്തു. നിരവധി ആളുകളാണ് ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്ത് നാട് കടത്തിയയാൾ തിരിച്ചെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. മഞ്ചേശ്വരം പാവൂരിലെ അബ്ദുൽ ബഷീറിനെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. നാഷണൽ ഹൈവേ അതോറിറ്റി മാവുങ്കാലിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സഹനധർണ സംഘടിപ്പിച്ചു. തയ്യൽ തൊഴിലാളികളെ ESI പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം. ഓൾ കേരള ട്രെയിലേഴ്സ് അസോസിയേഷൻ കോട്ടച്ചേരി യൂണിറ്റ് കൺവെൻഷൻ നടന്നു. മലയാള ഭാഷാ ബില്ലിനെതിരെ BJP രംഗത്ത്. കാസർകോട്ടെ ഭാഷാ ന്യൂനപക്ഷങ്ങളോടുള്ള വെല്ലുവിളിയാണ് സംസ്ഥാന സർക്കാരിന്റെ എന്നും ഭാഷാ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെ മാനിക്കണമെന്നും BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനിയും BJP കോഴിക്കോട്ടെ മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്തും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇതുവരെ പിടിച്ച് കാട്ടിൽ വിട്ടത് 3500-ലധികം പാമ്പുകളെ. സ്നേക് സുരേഷിന്റെ ജീവിതം സാഹസികത നിറഞ്ഞതും ഒപ്പം പ്രചോദിപ്പിക്കുന്നതുമാണ്. ചരിത്ര പ്രസിദ്ധമായ കാഞ്ഞങ്ങാട് പടിഞ്ഞാറ് മഗാ ഉറൂസിന് തുടക്കമായി. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ DK അബൂബക്കർ പതാക ഉയർത്തി. പൂച്ചക്കാട് ശ്രീ മാക്കംവീട് മുളവന്നൂർ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.